ഹരിശ്രീ ഗണപതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതടാനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ആരണ്യകാണ്ഡം. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ. നീലനീരതനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജ ദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയിൽ ഒരിക്കലും. ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകിന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. പാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയ ജലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം
പരമാത്മാവാനന്ദരൂപനാത്മൻ രാമനദ്വയനേകനവ്യനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായെത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുഷുസ്തായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണമതിനിപ്പോൾ. ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭഗവാനേവർക്കും കാട്ടിടുന്നീ. ദാരുള്ളതഹുതവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട. വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങിഴുന്നള്ളിയിടണമന്തികെ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദമന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമാ നിന്നതി കടപ്പതിനെന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകൂലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്ന. ശങ്ക കൂടാതി ശീഘ്രം തോണിയും കടത്തിന. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകുന്നു ചൊന്നാൽ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച. ശ്രീരാമ സീത സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനനമകം പുക്ക. ചില്ലിചംകാരനാഥമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമതായപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിരക്ഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യ നടന്നിടുക വേണം സീത. ദേവിയും എന്നാലൊരു ഭീതിയുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ട. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല ഫുല്ല പുഷ്പേന്തി വരശോഭിതമച്ചലജലം തോയോപാനവും ചെയ്ത് വിശ്രാന്തന്മാരായി വൃക്ഷച്ചായ ഭൂതലെ പുനരിരുന്നു യഥാസുഖം. വിരാതവതം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്യമത്യുഗ്രാരവം. ഉദ്ദുത വൃക്ഷം കരാളോജ്ജലദ്രംഷ്ടന്നിത
ഭക്തഗഹ്വരം ഘോരകാരണമാരുണ്യനേത്രം വാമസംസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷ വരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോട് ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലെ സീതേ പേടിക്കയാകെയ്തുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു മുന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രബലനും നിഷ്ഠൂരതരം അവനൊട്ടാശ പൊട്ടും വണ്ണം മട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപത്തൂണീരബാണ വൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറുമതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചിന ഭയം വിന ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്ത നിക്ഷകുലനാഥൻ മന്ദഹാസനന്തരം രാമനെന്നെനിക്കു പേരെന്നുടെ പത്നിയവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരാൽ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രൂതനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാതനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളതെത്രയും മൂടൻ ഭവാനെന്നിഹ ധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കെ ദൂരെ പോയാൽ നിങ്ങൾക്കു ജീവിക്കയിലാശയുള്ളിലുണ്ടെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിയിടുവാൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രോധിച്ചു രാമം പ്രതി വക്രവും പിളർന്നതി സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചിടിനാൻ പാദങ്ങളും ബന്ധരോക്ഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തുംഗമാങ്കം മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പറന്നിതു ഭൂമിയിലതുകൊണ്ടു ചിത്തകൗതുകത്തോടെ പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം. അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുബികളും അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രാണദാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരദ്ദളശ്യാമ മിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരം ചെയ്തു ചിത്താനാന്തം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു
രാത്രിഞ്ചരനായേനല്ലോ. നിൻ തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനി ചരണാംബുജയോഗം തവ ചിന്തിക്കായി വരേണമേ. മാനസത്തിന്നു ഭക്ത്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം. പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോതങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാങ്കനെ നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തു പോവാൻ അനുഗ്രഹിക്കേണം. ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായിക്കാംബുജ വിലോചന. സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടു കിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിനാ പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പൂക്ക. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യാതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാലാദിത്യം ചെയ്തു. ചിത്തനാനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നതിരത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവാ ബുദ്ധ്യാചിരം തപസാ ബഹുതരം മാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നൊരു നിനക്കു തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമതൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദള ശ്യാമളാമംബോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രീ സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. ആ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാ. പാകശാസനൻ പദാംബോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം പിത്രാരും മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാൻ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീതി കുലജാതനം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്ത. താപസന്മാരും ആശീർവാദം ചെയ്തവർക്കളോ ആഭോഗനന്ദ വിവശന്മാരായരുൾ ചെയ്ത. നിന്നുടെ തത്വം ഞങ്ങളങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ
ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നമ്മ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം നാനാതാപസകുലം സേവിതാശ്രമസ്ഥലം കാനനം കാൺമനാശു നീ കൂടെ പോന്നീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവനഹോ. തദ്വാക്യം കേട്ടു ചെന്ന താപസജനം രാമഭദ്ര നീ കേൾക്ക മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമാ ഈ ദേശം അസ്ഥി വ്യാപ്തമായി ചമഞ്ഞിതു നാദ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാവസിക്ക സന്തുഷ്ട താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര സത്യസംപൂജ്യമാനായ വനവാസികളാൽ തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സർഗം സന്ദേന വസിച്ചു കഴിഞ്ഞിതു മത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ചയപൂർണം സർവർത്തുഗുണസഗണസമ്പന്നമനുപമം സർവകാലനന്ദദാനോദയമത്യത്ഭുതം സർവപാദലതാഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷിമൃഗഭുജംഗനിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിട്ടെന്നു കേട്ടൊരു മുനി ശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ. സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാനർഘ്യപാദാദികളാൽ ഭക്തി പൂണ്ടശ്രുജലനേത്രനായ സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ നിൻ തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖ വന്ദ്യമാം പാദമല്ലോ നിൻമഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യാന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവതത്വം. ത്വദ്ഭക്ത്യഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ ത്വൽപദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിൻ തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാലുദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാംസോം മേദ്യാന്ത പുൽകല പിണ്ഡമാകും ഗാത്രമോർത്തോളമതി കശ്മലമതിങ്കലുള്ളാസ്തയാ മഹാമോഹ പാശബന്ധവും ഛേദിച്ചാർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദവങ്ങളെ പോലെ വിശ്വേശ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ വിഷ്ണുരൂപങ്ങളായി ചിദ്രുപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ
ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞു ഭാസിപ്പു ഞാൻ ദയാനിധേ. അദ്ദൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽതപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രുവം. ത്വന്മായ വിഡംബന രചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകപാണതരം സ്മേരസുന്ദരമുഖാജിന അംബരതരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരദകളേബരം. കോമളമതീശാന്തമനന്ത ഗുണമഭി രാമ രാമാത്മാനന്ദ സമ്പൂർണാമൃതം. പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോ രിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം. മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിനാ മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസന ശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരാപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൊൽകൃതമേത സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും. സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമാ ഭവാനെന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവ ചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹ മെത്രയുമുണ്ടെടുത്തതു മഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധിഷ്ഠനു. മസ്തുതേ ഭദ്രം അതു തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ല വഴി കൂടെ പോന്നടുത്ത നാൾ. വാട്ടമെന്നിയേ വസിക്കേണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാൻ കണ്ടിട്ടിൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടെ ഒക്കെ പോയി കാണമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോ ലുദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാ മുനിയോടും ജാനകിദേവിയോടും സോദരനോടും അന്തം നടന്നു മധ്യാനെ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജവം. വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനും. വന്യഭോജനം ചെയ്യുന്നവരെല്ലാവരും അന്യോന്യ സല്ലാപം ചെയ്തിരുന്നോരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാകെ നടകൊണ്ടിതു മന്ദമന്ദം. സർവർത്തു ഫലകുസുമാഢ്യ പാദപലാദ സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം. നാനാ പക്ഷികൾ നാദം കൊണ്ടതി മനോഹരം. കാനനം ജാതി വൈരരഹിത സഞ്ജന്തു പൂർണം. നന്ദന സമാനമാനന്ദ ദാനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരാമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ. സഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സഖ്യവസ്തുക്കളും ഉണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തമരുളിച്ചെയ്തു രാമൻ. വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനിയിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായോരെന്നു യങ്ങുണർത്തിച്ചീടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനധാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണന്മാഹ പ്രാസാദമിത്യുക്ത സത്തരം ഗത്തചാരാമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുല സത്തമം രഘൂത്തമ ഭക്ത സഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവാക്യ തൽപരം ശിഷ്യന്മാർക്കാം
ആമദാമഗസ്ത്യാമാത്മരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനത വക്ത്രത്തോടു ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാമ്പുതേ നിൻ തൃക്കഴലിന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയാ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാനെത്ര നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്താ സരപസമുത്തായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനി സത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട ചിരമദ്യവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്തേന സംപ്രാപ്തനായിതു ഭവാൻ. ആദ്യവസരം മമ സഫലമത്രയല്ല മത്തപാ സാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാതിശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഘാതജാത സ്രവന്നേത്രാഖിലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാനിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വശ്രാമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠ നാശ്രീത ജനപ്രിയനായ വിശേഷം രാമം പാർത്യാഖ്യസ്യാന മധുപർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാദം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാന്തബോധനേകാന്തേ ചൊല്ലിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഗസ്ത്യസ്തുതി. നീ വരുന്നതു പാർത്തു ഞാനിരുന്നതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ. ക്ഷീരവാരിധി തീരത്തിങ്ക നിന്നരുൾ ചെയ്തു ഘോര രാവണവ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരപഹാരണം ചെയ്തിടുവാൻ ഇന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനാൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോക സൃഷ്ടിക്കു മുന്ന മേഘനായ നന്ദനായി ലോകകാരണൻ വികലോൽപാതി വിരഹിതൻ തന്നെ മായ തനിക്കാശ്രയഭൂതയായി തന്നെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാവ്യാകൃതമെന്നുപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും. വിദ്യന്മാരാ വിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പരനാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയാമായ തന്നെ നിന്നുണ്ടായി വന്നോ മഹത്തത്വമെന്നല്ലോ ചൊല്ലാവൂ. നിന്നുടെ നിയോഗത്താൽ മഹാതത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ
മഹാതത്വവും അഹങ്കാരവും സംസാരവും മഹാദേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്ക നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവകസ്ഥുലപൂ പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്ക നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്ക നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റയിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷാദിര്യഗോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൊക്കെ പൂർണമായുണ്ടായി വന്നു. തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാദാനാഭിയിൽ നിന്നുണ്ടായി. സത്വമാ ഗുണത്തിങ്ക നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രാൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ തന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയുമവിദ്യയുമെന്നുള്ള ഭേദയ്ക്കായ വിദ്യയെന്നല്ലേ ചൊൽവോ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനാജനം പ്രവൃത്തി നിരതന്മാരെന്നത്ര ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെ നവശ്യം തത്വജ്ഞാന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകര തന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നതു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോവാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആയ്ക്കയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ രേഖാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനും വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്ക് സാരം കിഞ്ചിൽ ചൊല്ലു വന്ദരാപതി. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വന്മാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്ത കർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനീയമാതി സമ്പന്മാരായി ഏകാന്തേ ശമത സാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽസ്കഥാശ്രവണരതിയുണ്ടാം. തൊൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഗവാസതം ഭവിക്കേണമേ ദയാനിധി. തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും ശ്രീ സീതയാ സാധം ഹൃദി വസിക്കാ സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദശരഥേ നടക്കുമ്പോഴിരിക്കുമ്പോഴേ മോരെടുത്തു
കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവധ്രുവം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചൊല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവാവസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനനുജ്ഞ നൽകി മുനി. ശ്രുത്തതൽ സ്തോത്രസാരമഗസ്ത്യാസുഭാക്ഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടുന്ന നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ